ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ ഞാൻ താങ്ക്സ് പറയുകയാണ്. ഞാനൊരു വീഡിയോ ഇട്ടതിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സും അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കലും അത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടിട്ട വീഡിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒന്ന് പറയാം എന്ന രീതിയിലിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. ഞാനിപ്പോൾ ഈ വോയിസ് ചെയ്യുന്നതിൽ എന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുറത്തുനിന്നല്ല നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടിയും അതുപോലെ ഞാൻ ടെറസിന് മുകളിൽ ഇരുന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടായത്, പുറത്തുള്ള ആ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യട്ടോ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഉണ്ടായ കാര്യങ്ങളല്ല. അതായത് ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ഡ്രാമ ഇറക്കുകയാണ്, ഒരു സ്റ്റോറി ഉണ്ടാക്കുകയാണ്, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് പോസിറ്റീവ് കമൻറ്റിനൊക്കെ കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ആണ് ഇട്ടത്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന്, അതായത് ഞാനും ഇതുപോലെ റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്. കാരണം എനിക്ക് എന്ത് സംഭവം നേരിട്ട് അനുഭവം ഇല്ലാതെ ഞാൻ ഒരിക്കലും അത് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു പൈസ കളയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിന് മാത്രം പൈസ ഉള്ള ഒരാളോ ഒന്നുമല്ല. ആ ഒരു സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ആ ലബൂബൂസ് വാങ്ങിയെന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലബൂബ് വാങ്ങിയതിന് ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബാഡായിട്ടുള്ള ഒരു ഡ്രീം കണ്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആക്സിഡൻ്റാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വീഡിയോസൊക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ, അയച്ചത് കണ്ടപ്പോൾ ലബൂബൂസ് ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് നെഗറ്റീവ് എനർജി കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലല്ലാതെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതൊരു കോൺസ്പിറൻസി മാത്രമാണെന്നുള്ളത്, അതിൽ അവരെന്നെ പറയുന്നുണ്ട് ഒരു ഫോൾസ് കോൺസ്പിറൻസി ആണെന്നുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല ഞാൻ പേടിയുള്ള ആളാണോ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വരെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഹൊറർ മൂവീസാണ്. ഞാനൊരു 2016 ആ ടൈമിലൊക്കെ എയർപോർട്ടിൽ ഉണ്ടാകുന്ന ടൈമിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, അവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളത്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രായത്തിൻ്റെ ഫിലിം തന്നെയാണ് ഇംഗ്ലീഷ് തന്നെ കണ്ടായിരുന്നു. ഇംഗ്ലീഷിലുള്ള ഫുൾ പ്രായത ഫിലിമുകൾ തന്നെ ഞങ്ങൾ കണ്ടായിരുന്നത്. എനിക്കങ്ങനെ പേടിയുള്ള ടൈപ്പോ അങ്ങനെ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളോ അങ്ങനെ ഒന്നുമല്ല. പറയുമ്പോൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആവശ്യത്തിന്. എനിക്കൊരു ദിവസം തീരെ ഉറക്കം കിട്ടാണ്ടായപ്പോൾ ഞാൻ ആ സാധനം അത് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാൻ അവിടെ നിന്ന് പോയി എടുത്തു കൊണ്ടുവന്നു, ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ കത്തിച്ചു. 2 ഡേയ്സിൻ്റെ ഉള്ളിൽ, അല്ല 2 ഡേയ്സിൻ്റെ അല്ല, പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ കൊണ്ടുപോയി അത് കത്തിച്ചു. അതൊരിക്കലും ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടി അങ്ങനെ ഒന്നല്ല. ഞാൻ ആ ഒരു സംഭവം നടക്കുന്ന ഒരു 1 വീക്ക് ഞാനൊരു വീഡിയോ പോലും എടുത്തിട്ടുണ്ടാകില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതുകൊണ്ട് ഫുൾ നെഗറ്റീവ് എനർജി ആയിരുന്നു. വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ മൈൻഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്കത് ഫുൾ നെഗറ്റീവായിട്ടാണ് തോന്നിയിട്ടുണ്ടാകുന്നത്. അത് ഇതിൻ്റെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്ന എൻ്റെ മൈൻഡിന് തോന്നി. അല്ലാതെ ഒരിക്കലും വേറൊരാൾ പറഞ്ഞു തന്നിട്ടോ. ഞാൻ എൻ്റെ അത് വാങ്ങിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഞാൻ വാങ്ങുന്ന ആ ഒരു വാങ്ങിയതിൻ്റെ പിറ്റത്തെ ആഴ്ച എന്താണെന്ന് തോന്നുന്നു അവൾ വാങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കമ്പയർ ചെയ്തിട്ടാന്നുള്ളതൊന്നും, ഇതിനെ വെച്ചിട്ടാന്നുള്ളതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടായി, അതിനുശേഷം ഇഷ്യൂ ഉണ്ടായി. അതൊരിക്കലും ഇതുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മേ ബി ആ ഒരു സംഭവം നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളേക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ കുറേ യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസ് കണ്ടത്. അപ്പം ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോൾ, ഞാനല്ല, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോൾ അവരെല്ലാം പല ഇൻസിഡൻസ് ആണ് പറയുന്നത്. ചില സമയത്ത് ചില സൗണ്ടുകൾ കേൾക്കുന്നു. പല വീഡിയോസിലും പലതുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല. എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ആരുടെയും കമ്പയർ ചെയ്തിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജോലി, അതുപോലെ എൻ്റെ വണ്ടി, എൻ്റെ മനസ്സമാധാനം, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ചിലവ് അറിയില്ലേ, നമുക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ മഞ്ഞപ്പിത്തമായിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു സംഭവം ഉണ്ടായി, അപ്പം അതുകൊണ്ട് ബാക്കി നടക്കുന്നതെല്ലാം അതിനെ കണക്ട് ചെയ്ത് പറയേണ്ട എന്തെങ്കിലും ആവശ്യം തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒറ്റയടിക്ക് ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് ഫുൾ ഡാർക്കായി, ഫുൾ വൈറ്റായി. അപ്പോൾ പിന്നെ എനിക്ക് ആ ഫോണേ ഉപയോഗിക്കാനേ പറ്റുന്നില്ല. കാരണം ഇനി ഞാൻ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30+ എന്തോ ആണ് ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചാർജ് വരുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ്, അതായത് എൻ്റെ
സാലറി ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്തുള്ള സേവിങ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 30+ കൂടിയും എനിക്ക് ആഡ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഞാൻ കുറേ ഡൗൺ ആയിട്ടിരുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ പോയിട്ട് അപ്പം തന്നെ അല്ല, ഒരു 2 ഡേയ്സിൽ തന്നെ ഞാൻ പോയിട്ട് ആ ഫോൺ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ ഞാൻ പോയി അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എൻ്റെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് സൈഡുകളാണ്. അത് ഞാൻ ഒരിക്കലും ഇതിനെ കണക്ട് ചെയ്ത് പറയില്ല. ഈ ഒരു സംഭവം വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടായി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നിനക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ കുറച്ചൊരു 2 ഇയേഴ്സിൻ്റെ അടുത്തേക്കായിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ളത് എൻ്റെ കയ്യിലുണ്ടാവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്കതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കത് ഓവർകം ചെയ്ത് പോകാൻ പറ്റാതായപ്പോഴാണ് ഞാൻ എൻ്റെ തോട്ട്സ് മാറ്റിയത്. കാരണം എന്താ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്, അതായത് അതിന് ശേഷം എനിക്കൊരു ഒറ്റ പോസിറ്റീവ് തിങ്സ് പോലും നടന്നിട്ടില്ല. ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഞാൻ ഒരിക്കലും അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണമെന്നോ അല്ല ഇതിൽ നിന്ന് ഒരു റവന്യൂ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് ഈ വീഡിയോ ഇട്ടിട്ട് ഇതിങ്ങനെ 100K വ്യൂസൊക്കെ ആയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ കസിനാണ്. അവളോട് ചോദിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ എന്നെ എടുത്തത്. അവൾ യൂട്യൂബ് ചാനൽ എടുത്തതിന് ശേഷം അപ്പോൾ അവൾ എൻ്റെ അടുത്ത് നീ വെറുതെ ഇരിക്കുകയല്ലേ, നീ എടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത്. അത് ഞാനും കുട്ടിയും ഉള്ള വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം. ഒരിക്കലും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററോ എങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത് പോലും എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാനറിയില്ല. എന്ത് ടൈപ്സ് വീഡിയോസാണ് ഞാൻ എടുക്കുക എന്നുള്ളത് അറിയില്ല. എനിക്കിഷ്ടം കുറച്ച് ഹൊറർ സ്റ്റോറീസ്, അതുപോലെ തന്നെ മിസ്റ്ററി തിങ്സ് ഒക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പച്ചവെള്ളം കഴിച്ചാൽ പോലും തടിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡ് വ്ളോഗ് ചെയ്യാനും പറ്റില്ല. പിന്നെ ട്രാവൽ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് വിടാത്തതുകൊണ്ട് എനിക്ക് ട്രാവൽ വ്ളോഗും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് കണ്ടന്റാണ്, എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവും എന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസം വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അന്ന് എടുത്തു വെച്ച വീഡിയോസാണ് ഷെഡ്യൂൾ ചെയ്ത് ഇട്ടായിരുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ, അതായത് നിങ്ങളെ ഇപ്പം ഞാൻ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്നു എന്ന രീതിയിൽ ഒരിക്കലും അല്ല. ഞാൻ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് വരുന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുണ്ടായ ഒരു ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ അതിൽ നിന്ന് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നോർമലി എൻ്റെ വീഡിയോസ് മാക്സിമം കൂടി കഴിഞ്ഞ ഒരു 1000-1200 ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ എത്തുന്നു. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം എന്താണ്, യൂട്യൂബിൽ എന്താ നടക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയാൻ, അതായത് ഞാൻ 1 month അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പം ഞാൻ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ഇനിയിപ്പോൾ ജോലി പോയി എന്ന് പറഞ്ഞതും വണ്ടി പോയി എന്നുള്ളതും അതൊക്കെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. കാരണം എൻ്റെ വർക്ക് പോയിട്ടിപ്പോൾ എൻ്റെ അനിയൻ പോകുന്നതിന് മുന്നേ, എൻ്റെ അനിയൻ മസ്കറ്റിലായിരുന്നു. അവൻ പോകുന്നതിന് മുന്നേ ജൂലൈ 20th അവൻ പോയത്. അതിന് മുന്നേ എൻ്റെ വർക്ക് നിന്നിട്ടുണ്ട്. അതുവരെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതിന് മുന്നേ എൻ്റെ വർക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ഒരു ജൂലൈ 10th ആ ഒരു ടൈമിലൊക്കെയാണ് ലബൂബിന് വാങ്ങിയത്. ലബൂബിന് വാങ്ങിയോണ്ടാണ് ഒരിക്കലും ജോലി പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ശേഷം എനിക്ക് നടന്നിട്ടുള്ളതെല്ലാം നെഗറ്റീവ് തിങ്സ് ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തോട്ടിൻ്റെ പ്രശ്നമായി, എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമായിരിക്കും, ഓക്കെ. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ കാര്യം ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയതിനു ശേഷം ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 21 എനിക്കൊരു കഴിഞ്ഞ വർഷം കേട്ടോ, ഇപ്പോൾ 1 year ആകുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നത്. അതൊരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. എനിക്ക് വലിയ പരിക്ക് അങ്ങനെയല്ല, പക്ഷെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയപ്പോൾ അന്ന് ഞാൻ ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്തിട്ടില്ല. ഇതുവരെ എനിക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല, അതായത് ക്ലിയറൻസ് വന്നിട്ടില്ല. പക്ഷെ ഒരു 3 days മുമ്പ് എനിക്ക് ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലെയിം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നാൾ ഞാൻ അതിൻ്റെ പിന്നെ ഒരു 10 വട്ടമെങ്കിലും ഞാൻ RTOയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഇത് ഓക്കെ ആവാത്തതുകൊണ്ട്. ഇത്രയും നാൾ നോക്കിയിട്ട് നടക്കാത്ത ഈ ഒരു ലബൂബ് കത്തിച്ചതിന് ശേഷം എനിക്ക് പോസിറ്റീവ് വന്നു എന്ന് പറയുന്നത് ഞാൻ അതാണ്. കാരണം അതിന് ശേഷം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഞാനത് നടന്നു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 days മുന്നേ തന്നെ ആ ഈ ഒരു RTO എന്ന് വിളിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ എൻ്റെ ജോബ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ജോബിന് ഞാൻ നാളെ മുതൽ ഓണത്തിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ കയറുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ.
അപ്പോൾ എൻ്റെ മൈൻഡിലെ നെഗറ്റിവിറ്റി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതായത് ഈ ലബൂബുവിനെ കത്തിച്ചു എന്നുള്ളത് കൊണ്ട് എൻ്റെ മൈൻഡിലെ നെഗറ്റിവിറ്റി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് പോസിറ്റീവ് തിങ്സ് അട്രാക്ട് ചെയ്യുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഇതിനെ കത്തിക്കുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവും ഇതിനെ കത്തിച്ചതിന് ശേഷം ഒരു പോസിറ്റീവാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതാണെന്ന് വെച്ച് കഴിഞ്ഞാലും ജോലിയാണെങ്കിലും വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാം എനിക്കത് കണക്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് കണക്റ്റഡ് ആയി തോന്നണമെന്നില്ല. ഇനിയിപ്പോൾ സ്റ്റോറി പറയാൻ ഇപ്പം ഞാൻ എൻ്റെ ജോലി ശരിയായതാണെങ്കിലും എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയെന്ന് പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വേറൊരു വണ്ടി തൽക്കാലത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ നാളെ വണ്ടി വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ വണ്ടി കൊണ്ട്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോവാം. എൻ്റെ കൈക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആക്സിഡൻറ്റിൽ എനിക്ക് കാണുന്നത്. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ കമ്പി പിടിച്ചിട്ട് അധികം ഞണ്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി കൊണ്ടുപോയി. അതായത് ഓഗസ്റ്റ് 1 തന്നെ വണ്ടി കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാം കൊണ്ടും തടസ്സം. കയ്യിലുള്ള സേവിങ്സ് പോകുന്നു, പുറത്തേക്ക് പോകാനൊരു വണ്ടിയില്ല, ബസ്സിൽ പോകുമ്പോൾ എനിക്ക് കയ്യിലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ആകെ നെഗറ്റീവ് അങ്ങനെ വന്നു തുടങ്ങിയതാണ്. അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ജോലി ശരിയാവാത്ത കാര്യം കൂടി ആയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി മൈൻഡിൽ കയറിയത്. പിന്നെ എനിക്ക് അറ്റ് ലാസ്റ്റ് സിറ്റുവേഷൻ എത്തി. അതായത് ലബൂബിനെ ഞാൻ കത്തിക്കാൻ വേണ്ടി വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ വരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട്. എനിക്ക് നമ്മുടെ ഓവർ തിങ്ക് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ച് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി. കാരണം എൻ്റെ ചുറ്റും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതെനിക്ക് നശിപ്പിക്കണം, അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ലബൂബിനെ കത്തിക്കാൻ വരുന്നത്. ഇനി ഞാൻ എൻ്റെ വന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ നോക്കിയിട്ട് അതിലുള്ള ആൻസർ ഞാൻ കുറേയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിലൊന്നും വിശ്വസിക്കാത്ത എന്നെ പോലെയുള്ള ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഈ ഒരു സീൻ നടക്കുന്നത് വരെ എല്ലാ കമൻസിൻ്റെ ഇടയിലും പോയിട്ട് എനിക്ക് ലബൂബുണ്ട്, എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ ആളാണ്. പലതരത്തിലും ഞാൻ നെഗറ്റീവായിട്ട്, അതായത് നമുക്കൊരു അനുഭവം വരുന്ന വരെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് മറ്റുള്ളവർ പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും ഓക്കെയാണ്. അതായത് ഇപ്പോൾ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അതായത് നമുക്കൊരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളാണ്. നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുള്ളൂ. അത്രമാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം ഞാനും ഇതുപോലെ എനിക്ക് ഈ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷമാണ് എനിക്കതിൻ്റെ ഓരോരുത്തരെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാവുക എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളോടും ഇതിങ്ങനെ ആവും എന്നോ നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവും എന്നോ അല്ല പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു കാര്യം ഈ ലബൂബ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സയൻറ്റിഫിക്കലി ഇതിന് തെളിവുകളൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യം, എനിക്ക് അൺലക്കായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു. അത് ബേൺ ചെയ്തതിന് ശേഷം എനിക്ക് ലക്കായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാനത് ക്ലെയിം ചെയ്യല്ല ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ലിസയുടെ കാര്യം വെച്ചിട്ട്, ലിസയാണല്ലോ ഇത് കുറച്ച് അവളുടെ ഫേമസ് ആയിട്ടുള്ള ഒബ്സെഷൻ ആണല്ലോ ഈ സംഭവം. അപ്പം അതുകൊണ്ട് ഒബ്സെഷൻ വിത്ത് പോപ്പ് മാർട്ട് ലബൂബൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ അവളുടെ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. ലിസ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ്, ഒരു സീക്രട്ട് ബ്രാൻഡ് അംബാസിഡറാണ്. അവളടുത്ത് യൂസ് ചെയ്യുന്ന അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മളൊന്നും നേരിട്ട് കാണുന്നില്ല, അവിടേക്ക് എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നില്ല. കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു ആ പാവ. ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും നന്നായി സംസാരിച്ചു, ബാഡ് ലക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പൊട്ട പാവയാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ വീണു. അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ടും പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ഇന്ന് പോയി പൊട്ടിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് കുറേ ചീത്ത വീഴുകയും കാശ് കാണാതാവുകയും അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇവർ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലബൂബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പോപ്പ്മാർട്ടിൻ്റെ ബ്രാൻഡ് വാങ്ങുന്നുണ്ടോ, ഇത് ലഫൂഫുവിൻ്റെ വാങ്ങുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടോയിലേക്ക് എന്തായാലും അവർക്കൊന്നും വെച്ച് കയറ്റി, അതായത് ദുഷ്കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് അതുകൊണ്ട് നമ്മളൊരാളെ നന്നാക്കുക അങ്ങനത്തെ സംഭവമല്ല ഇതിൽ പറയുന്നത്. ആ ഒരു ഡോളിൻ്റെ ടെക്സ്ചർ വഴിയോ അല്ലെങ്കിൽ ആ ഒരു ഡോള് നെഗറ്റിവിറ്റി എനർജി നമുക്ക് എത്തിക്കുന്നോ അങ്ങനെ എന്താണെങ്കിലും പറയാം. എനിക്കതിനെ പറ്റിയിട്ട് ആനുകാലികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല.
എനിക്ക് അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ബുബാണ്, ശൈത്താനാണ്, അതൊരു ശരിക്കും ഈവിൾ എനർജിയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുഭവം ഉള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുഭവം ഉള്ളവർ പറഞ്ഞത് കേട്ടിട്ടുള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുഭവം ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി പറയുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഇത്രയും നാളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്. നിങ്ങളതൊരിക്കലും വാങ്ങരുതെന്നോ അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ളത് കത്തിച്ച് കളയണമെന്നോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായെന്ന് ചോദിച്ചിട്ട് നിങ്ങളിലേക്ക് ആ നെഗറ്റിവിറ്റി എത്തണം എന്നില്ല. കാരണം നമ്മൾ ചിലർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നെഗറ്റീവായി കേട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതെന്ന്. ഞാനിത് ജൂലൈ 1 10th ഉള്ളിൽ വാങ്ങിയിട്ടുള്ള സംഭവമാണ്. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള സീൻ ഞാൻ കേട്ടുകൊണ്ട് വാങ്ങിയിട്ടും ഇത്രയും നാളായിട്ട് എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇതെൻ്റെ മെൻ്റലി, അതായത് എൻ്റെ മൈൻഡിനെ അത്രയ്ക്കും ബാധിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. എനിക്ക് അതായത് പറയുമ്പോൾ ഓണാണ് വരുന്നത്, ഓണത്തിന് ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല. അച്ഛൻ്റെ കൂടെ പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എനിക്കും അവൾക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്പ്പിക്കുകയും അതുപോലെ അങ്ങനെ ഫോട്ടോസ് എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും എനിക്ക് കുട്ടിക്ക് പോലും ഒന്നും വാങ്ങാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് അത്രയും സങ്കടമായി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇതിനെന്തോ ഒരു അവസാനം ഇല്ലാത്ത അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് വിചാരിച്ചത്. അപ്പോൾ പൈസയ്ക്ക് വിലയില്ലാണ്ടോ, അതായത് ആ പൈസയ്ക്ക് വല്ലവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരടുത്ത് എനിക്കൊരു കാര്യം പറയാമെന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഇത് ബേൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിയതല്ല. എൻ്റെ അടുത്ത് ഈ പാവകൾ മാത്രമല്ല വേറെ ഒരുപാട് പാവകളുണ്ട്. അവരൊന്നും ഞാൻ കത്തിക്കേണ്ടി അതായത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനം പോലും ഞാൻ നശിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഈവൻ ഞാൻ വാങ്ങുന്ന ഡ്രസ്സുകളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഒന്നും ഞാൻ നശിപ്പിക്കാണ്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് വാങ്ങിയ ഡ്രസ്സുകൾ വരെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു സംഭവം നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല വാങ്ങിയത്, അതുപോലെ പൈസയുടെ വില അറിയാത്ത ആളുമല്ല. പിന്നെ ഗിവ് അവേ തരുന്ന കാര്യം ചോദിച്ചപ്പോൾ ഗിവ് അവേ ഞാൻ എങ്ങനെ കൊടുക്കുക? കാരണം എനിക്ക് നെഗറ്റീവ് കിട്ടിയ ഒരു സംഭവം ഞാൻ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാന്നുള്ളത് എൻ്റെ തോന്നലാണ്, ഓക്കെ സംഭവിച്ചു. പക്ഷെ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ഞാനിങ്ങനെയാ, അതായത് നീ കൊടുത്ത ചേച്ചി തന്ന ആ സാധനം കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്ര സീൻ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് എനിക്ക് കൂടി നെഗറ്റീവ് ഉണ്ടാവുക. അതായത് എൻ്റെ മൈൻഡിനാണ് അത് നെഗറ്റീവായി ഏൽക്കുക. ഞാനത് കൊടുത്തതാണ്, എനിക്കത് അറിയണ്ട എന്ന് വെച്ചിരിക്കാനുള്ള അങ്ങനത്തെ ഒരു ശേഷിയൊന്നും എനിക്കില്ല. കാരണം ഇപ്പോൾ ഞാനത് കത്തിച്ചപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തരാറുന്നില്ല, എന്തിനാ കത്തിച്ചതെന്ന്. അത് കൊടുക്കാൻ ആളുകളില്ലാതെയല്ല, ഞാൻ എൻ്റെ കുട്ടിക്ക്, എനിക്കും എൻ്റെ കുട്ടിക്ക് എന്നുള്ള രീതിയിൽ വാങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അതായത് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതൊന്നുമല്ല. എന്നാലും എനിക്കത് ഇറങ്ങിയപ്പോൾ അത് ആ ട്രെൻഡിങ് ആയ ടൈമിൽ എനിക്കത് വേണമെന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു സംഭവമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് നെഗറ്റീവ് ഉണ്ടായ ഒരു സാധനം വേറൊരാൾക്ക് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടില്ല. അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എനിക്ക് തന്നെ ആയിരിക്കും ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതെ ഗിവ് അവേ ഒന്നും കൊടുക്കാഞ്ഞത്. എത്രയോ നല്ല സാധനങ്ങളുണ്ട് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് ഗിവ് അവേ കൊടുക്കുന്നത്? ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഗിവ് അവേ കൊടുക്കുന്നതിന് സംഭവം കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ടെൻഷനാണ്, ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ ഈ പുറത്ത് നടക്കുന്ന ഈ കോൺസ്പിറൻസി ആ സീനുകളോണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റിവിറ്റി കയറുന്നത്. പക്ഷെ വേറെ എത്ര സാധനങ്ങളുണ്ട് ഇതുപോലെ നെഗറ്റീവായി പറയുന്ന സംഭവം. അതൊന്നും ഇങ്ങനെ നെഗറ്റിവിറ്റി, ഇത്രയും സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. വേറെ എന്ത് സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇത് നെഗറ്റീവാന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ചിലവരിലേക്ക് അത് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അതായിരിക്കും. എനിക്ക് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ ഒരിക്കലും വേറൊരാൾ ഇത് വാങ്ങരുതെന്നോ അല്ല ഉള്ള ആൾക്കാർ ഇത് കളയണം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നെഗറ്റീവ് കമൻറ്റ് ചെയ്തവർക്കും പോസിറ്റീവ് കമൻറ്റ് ചെയ്തവർക്കും എല്ലാവരുടെ അടുത്തും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ ഫീലിങ്സാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഇത് കത്തിക്കുന്നതിന് മുന്നേ വരെ ഞാനും ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്താണ്, നിങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഇത് നെഗറ്റീവായി എടുത്തിട്ടില്ല. നിങ്ങൾ എത്ര നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും നെഗറ്റീവായി എടുത്തില്ല. കാരണം നേരിട്ട് കാണുന്നതേ സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ ഇത് നെഗറ്റീവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ താങ്ക്ഫുൾ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് 157 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഞാനാണ്. ഫോളോവേഴ്സ് അല്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഞാനാണ്. കാരണം യൂട്യൂബിൽ അധികം ഇല്ലാത്ത കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ തെറ്റുന്നതാണ്. അതായത് 157 വേണമെങ്കിൽ ഒരു
80 വരെ എനിക്കറിയുന്ന ആൾക്കാരായിരിക്കും, എൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയായിട്ട് എനിക്കറിയുന്ന ആൾക്കാരായിരിക്കും. ബാക്കി അതായത് എൻ്റെ വീഡിയോസ് അങ്ങനെ ആൾക്കാർ കാണുന്ന വീഡിയോസ് അല്ല, പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാർ കാണുന്ന വീഡിയോസ് അല്ല. അതിൽ നിന്ന് ഇപ്പോൾ ഈ 3000+ ആയി. പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സംഭവം സത്യമായിട്ട് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. കാരണം എനിക്കിതിന് മുന്നേ ഇങ്ങനെ വീഡിയോ ചെയ്ത് പരിചയമില്ല. ഇൻസ്റ്റയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്ത് പരിചയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയണം കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ്.